അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് അതായത് ഇപ്പോ എബ്രോഡ് കയറി വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് ഇപ്പൊ എല്ലാരും ഒരു എബ്രോഡിക്ക് വരാൻ വിചാരിക്കുമ്പോ തന്നെ അപ്പൊ ഓർക്ക് ഡൗട്ടാണ് ഏത് കൺട്രിക്ക് പോകണം, ആ കൺട്രി ആണോ ഈ കൺട്രി ആണോ, അതാണ് ഒരു ഡൗട്ട്. അപ്പൊ അതിന് ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യം അബ്രോഡ് അയർലൻഡിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ അയർലൻഡിൽ അതുകൊണ്ട് നമ്മൾ അയർലൻഡിനെ കുറിച്ചിട്ട് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. എബ്രോഡ് പഠിക്കണം എന്ന് ഉദ്ദേശിക്കണോണ്ട് എന്താ പറയല്ല എന്ന് പറഞ്ഞാൽ എബ്രോഡിക്ക് വരണം തോന്നുന്നു. നാട്ടിൽ പഠിക്കണോ ഇവിടെ പഠിക്കണോ? നാട്ടിൽ പഠിക്കണോ ഇവിടെ പഠിക്കണോ വ്യത്യാസം എന്താണ്? വ്യത്യാസം മീൻസ് അല്ലാതെ നമ്മളൊക്കെ ഇപ്പൊ പുറത്തു പോകണം എന്നുള്ള ചിന്ത നമുക്ക് എന്താ പറയാല്ലേ? ഇപ്പൊ ഇതിന്റെ ഇതിൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബികോം കഴിഞ്ഞ ഒരാളാണ്. ബികോം കഴിഞ്ഞു പിന്നെ എനിക്ക് എന്താ ഒരു ഓപ്ഷൻ ഉള്ള വെച്ചാല് എനിക്ക് ACC എടുക്കാം, അതേപോലെ CMA CA ഒക്കെ എടുക്കാം. എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടും പിന്നെ അതേമാതിരി ഒരു കോൺഫിഡൻസിലായിരുന്നു. അങ്ങനെ സംഗതി എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പുറത്ത് പോയി പഠിക്കണം. അതെല്ലാവർക്കും ഇല്ല, പുറത്ത് പോയ വലിയ സംഭവം അങ്ങനെ സംഗതി, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ എനിക്ക് പിന്നെ ഒരു ഓപ്ഷൻ എന്താ ഉള്ള വെച്ചാല് PG മറ്റേത് ചെയ്താ എന്നതിന്റെ പേര് നമ്മളെ പോണ്ടിച്ചേരി അതേമാതിരി ഹൈദരാബാദ് CUT എഴുതിയിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ PG അവിടെ എവിടെയെങ്കിലും ചെയ്യാം. അപ്പോഴും എനിക്ക് ആ നാട്ടിൽ PG ചെയ്യണതും അതേമാതിരി ഇവിടെ PG ചെയ്യണതും എനിക്ക് ഫീസിൽ ഏകദേശമൊക്കെ സെയിമാണ്. ഫീസായിട്ട് വരുമ്പോൾ എനിക്ക് ഇവിടെ 2 കൊല്ലത്തിനും കൂടി 12 ലക്ഷമാണ്. എനിക്ക് നാട്ടിൽ അത് 2 കൊല്ലത്തിനേക്ക് പഠിക്കുകയാണെങ്കിൽ എൻ്റെ ഹോസ്റ്റൽ ഫീസ്, എൻ്റെ ചെലവുകൾ, എൻ്റെ മെസ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടി കൂടും. അപ്പൊ ഞാനിവിടെ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ എനിക്കിവിടെ പാർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സാണ്. പാർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സ് മീൻസ് എനിക്ക് ആഴ്ചയിൽ 2-3 ദിവസം ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് വർക്ക് ചെയ്യാം. ഇവിടെ 20 hours ആണ് വർക്ക് ചെയ്യാൻ പറ്റുക. എന്നാൽ 20 hours ഒരു മിനിമം കിട്ടിയാൽ തന്നെ നമുക്ക് കുറച്ച് സേവിങ്സ് ആക്കി വെക്കാം, മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയറത്തെ ഫീസ് മാത്രമേ അടിച്ചു വന്നപ്പോൾ സെക്കൻഡ് ഇയറത്തെ ഫീസ് ഞാൻ പാർട്ട് ടൈം ചെയ്തിട്ട് ഞാൻ അടക്കണ ഫീസാണ്. അതായത് ഞാൻ എന്റെ പകുതി. പക്ഷെ നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോ അങ്ങനെ റിസോഴ്സ് വരുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സംഗതി നാട്ടിൽ നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇതേമാതിരി സ്ഥലത്ത് പാർട്ട് ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ സമയം നമുക്ക് ഫുൾ ടൈം ആയിരിക്കും. അല്ലെങ്കിൽ പാർട്ട് ടൈം എന്ന ഓപ്ഷൻ നമുക്ക് നാട്ടിലില്ല, വളരെ കുറവാണ്. നമ്മൾ അഥവാ പാർട്ട് ടൈം എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ വലിയൊരു ഫീസിലോട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടാവില്ല. വണ്ടിയിൽ അടിക്കുക, മന്തി അടിക്കുക, അങ്ങനത്തെ സംഗതികൾക്കൊക്കെ പോകും. പക്ഷെ ഇവിടെ ഒക്കെ എൻ്റെ ഡിഫറെന്റ് ആണ്. നമുക്ക് 20 hour 20 മുകളിൽ കിട്ടിയാൽ തന്നെ ഫയർ 20 മണിക്കൂർ മുകളിൽ കിട്ടിയാൽ വളരെ ഹയർ. ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ മാറ്റം. അതാണ് നാടും പൊടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സംഗതി. അപ്പൊ നിങ്ങള് അങ്ങനെ സംഗതി നിങ്ങൾക്ക് കഴിഞ്ഞൊരു ഓപ്ഷൻ ഇല്ല ഇവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചൂസ് ചെയ്യാം. എന്റെ ഒരു പൂതി അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറയുമ്പോ അതായത് എല്ലാവർക്കും ഒരു 2 ഓപ്ഷൻ ഉണ്ടാവും എന്തായാലും. ഒന്നെന്ന് പറയുന്നത് പഠിക്കാൻ വരുന്നവര്, അതായത് പഠിക്കാൻ വരുന്നവർക്കാണെങ്കിൽ ഓക്കെ നല്ലൊരു കോളേജ് എടുത്തിട്ട് ഇവിടെ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ജോബ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പക്ഷെ രണ്ടാമത്തെ ടീം ഉണ്ട്, നമ്മളെ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോ ഒന്ന് എംബ്രോയിഡ് വരണാലും ആ നാട്ടിൽ നിന്ന് പോകണം, അന്ന് എന്തെങ്കിലും കുറച്ച് പൈസ ഏൺ ചെയ്യണം, അതിനൊപ്പം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോ അങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡ് വരുന്നവർക്കാണെങ്കിൽ അങ്ങനത്തെ രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോ അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാല് വരും ചെയ്യാം, നമുക്ക് പഠിക്കുന്നതിന്റെ ഒപ്പം കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാം, കുറച്ച് സേവിങ്സ് വെക്കാം, അങ്ങനത്തെ ഉദ്ദേശം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് അതായത് അങ്ങനെ നോക്കൂല. മീൻസ് അതിന്റെ ഓപ്ഷൻ ഉണ്ടാവില്ല. വിസ ഒന്നെങ്കിൽ വിസ അടിച്ച് കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവണം. അപ്പൊ അത് നടക്കും. അങ്ങനത്തെ 2 ടീമുണ്ട്. അപ്പോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രശ്നമല്ല. മീൻസ് ഓൾക്ക് വന്ന്
ഇവിടെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ 5 കൊല്ലം കൂടുതലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വരാം. ആ ജോബിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വരാം. ഉണ്ടാക്കുകയാണെങ്കിൽ പഠിക്കാൻ കരുതുകൾക്ക് സിമ്പിൾ വേണ്ടിയാണ്. കാരണം ചെറിയ എക്സ്പീരിയൻസ് പോലെ വർക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ജോബ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നമുക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മളിവിടെ വന്നിട്ടാണ് അങ്ങനത്തെ സംഗതി നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് മനസ്സിലാവും. അതെ. നമ്മള് നാട്ടിന്റെ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ നമ്മളെ പോലെ ആൾക്കാർക്ക് ഓൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കേറി വരാം, ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാ, നമുക്ക് ഇത് ഉണ്ടാക്കുക, നാട്ടിൽ പോവാ. 2 കൊല്ലം നിക്കണ 2 കൊല്ലം വരാതെ പണിയെടുത്താല് നമ്മള് വന്ന എക്സ്പെൻസ് കവർ ചെയ്ത് നമുക്ക് പിന്നെ ചെറിയ സേവിങ്സും പിന്നെ ഈ നാട്ടിലൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്തെന്നുള്ളൊരു പിന്നെ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാ. ഇഷ്ടപ്പെടുന്നവർക്ക് സുഖല്ലേ, കൺട്രീസ് ഇവിടുന്ന് നമ്മളെ ഇന്ത്യൻ പാസ്പോർട്ട് മാറില്ല. ഇവിടെ നമുക്കൊരു IRP കാർഡ് ഉണ്ട്. അപ്പൊ നമ്മള് IRP കാർഡ് ഹോൾഡർ ആയ നമ്മള് ഇവിടുത്തെ റെസിഡന്റ് ആണ്, ഐറിഷ് റെസിഡൻസ് ആണ്. ഐറിഷ് റെസിഡൻസിന്റെ ഒരു കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യന്റെ പാസ്പോർട്ട് വെച്ചിട്ടാണെങ്കിലും അതിനെക്കാട്ടും കൂടുതൽ എത്രയോ ബെറ്റർ ആണ് നിങ്ങളെ ഒരു വാല്യൂ ഉണ്ടാവുക. നാട്ടില് 3000 നമുക്ക് UK അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ചീപ്പാണ് ട്രാവൽ യൂറോപ്പിലോട്ട്. UK നമുക്ക് സുഖമായിട്ട് വിസ ചെയ്യും. അതെ, പെട്ടെന്ന് വിസ കിട്ടും. ബാർസലോണ ഇവിടെ കുറെ ആൾക്കാർ സ്പെയിന് ബാർസലോണ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. നമ്മള് മൊറോക്കോ പോകുന്നുണ്ട്. പിന്നെ 2028 ഇവിടെയാണ് യൂറോ കപ്പ്. October 25 നവംബർ 25 റൊണാൾഡോ വരുന്നുണ്ട് കളിക്കാൻ. നമ്മളത് കാണാം. 1 ഇയർ കോഴ്സ് ആണെങ്കിലും 2 ഇയർ കോഴ്സ് ആണെങ്കിലും, അതായത് മാസ്റ്റേഴ്സിന് നമുക്ക് വരുന്നത് 2 ഇയർ സ്റ്റേ ബാക്ക്. നമ്മളെ കോളേജിൽ തന്നെ 1 ഇയർ സ്റ്റേ ബാക്ക് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. കോഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ കോഴ്സിനൊക്കെ 2 ഇയർ സ്റ്റേ ബാക്ക് ആണ്. 1 ഇയർ സ്റ്റേ ബാക്ക് വരുന്നത് ബാച്ചിലേഴ്സിനാണ്. 1 ഇയർ സ്റ്റേ ബാക്ക് വരാം. മാസ്റ്റേഴ്സിനൊക്കെ 2 ഇയർ ആണ് തന്നെയാണ് കൂടുതലുള്ളത്. 2 ഇയർ ഇത്. പിന്നെ നമുക്ക് PR എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇപ്പം സ്ട്രൈറ്റ് ആയിട്ടുള്ള വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം PR എടുത്താൽ നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പം എക്സാമ്പിൾ ഒരാള് ഒരു അക്കൗണ്ടിങ് ഫീൽഡിൽ പഠിച്ച് അയാൾക്ക് ഒരു അക്കൗണ്ടിങ് ഫേമിൽ വർക്ക് കിട്ടി. അവിടെ അയാള് ഒരു കട്ട് ഓഫ് ഉണ്ട്, എന്താ ക്രിട്ടിക്കൽ സ്കില്ലിൽ ഒരു കട്ട് ഓഫ് ഉണ്ട്. അതിപ്പോൾ 42,000 46,000 പെർ ഇയർ ആക്കാൻ പോവാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ. അപ്പം അതിന്റെ മുകളിൽ 46,000 യൂറോക്ക് മുകളിൽ അല്ലെങ്കിൽ ആ റേഞ്ചിൽ മുകളിൽ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ക്രിട്ടിക്കൽ സ്കില്ലിൽ വിസ അടിക്കാം. ക്രിട്ടിക്കൽ സ്കില്ലിൽ വിസ അടിക്കുക എന്ന് പറയുമ്പോൾ 2 കൊല്ലമാണ് അതിന്റെ സംഗതി. എന്താ പറയാ, 2 കൊല്ലത്തിൽ നമ്മൾ ക്രിട്ടിക്കൽ സ്കില്ലിൽ വിസ അടിച്ചാൽ നമുക്ക് PR കിട്ടും. പക്ഷെ നമ്മൾ 40 ആ ഒരു എമൗണ്ടിന്റെ താഴെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനറൽ വിസ ആയിരിക്കും, നമുക്ക് ക്രിട്ടിക്കൽ വിസ ആയിരിക്കില്ല. അപ്പം അതൊരു 5 കൊല്ലം നമ്മൾ ആ ജനറൽ വിസയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ജനറൽ വിസയിൽ 5 കൊല്ലം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുശേഷം PR ചെയ്യാം. അതാണ് നമുക്ക് സാധാ ഒരു ലോക്കല് സെക്യൂരിറ്റി ആയിട്ടൊക്കെ വർക്ക് ചെയ്താൽ മതി. PR കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ PR കിട്ടിയിട്ട് ഇവിടെ സ്കിൽഡ് വർക്ക് ആണെങ്കിലും മറ്റേ ക്ലീനിങ് വർക്ക് ആണെങ്കിലും ക്ലീനിങ് വർക്കിനാണെങ്കിലും പേയ്മെന്റ് ഒക്കെ ഏകദേശം എല്ലാവർക്കും ഒരേപോലെ കിട്ടും. ചിലപ്പോൾ ക്ലീനിങ് വർക്കിന് കുറച്ച് കൂടുതൽ കിട്ടും. നാട്ടിലത്തെ പോലെ ക്ലീനിങ് മറ്റേ താഴ്ന്ന ജോബാണ്, അവർക്ക് സാലറി കുറവാണ്, അങ്ങനത്തെ സ്കീമില്ല. അപ്പൊ നമ്മള് സാധാ കടയിൽ വർക്ക് ചെയ്യണം, ചിലപ്പോൾ റൂമിൽ തന്നെ വേറെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് 1000 പേയ്മെന്റ് കിട്ടുന്നവരുണ്ട്. അപ്പൊ നമ്മള് ക്ലീനിങ്ങില് വർക്ക് ചെയ്യണവരുണ്ട്, ടിന്നില് വെറുതെ ഇരുന്ന് വിയർക്കാണ്ട് അവിടെ ഇരുന്നാണ്ട് എന്റെ ജോബാണെങ്കിൽ പറ്റ കുറവൊന്നുമില്ല പേയ്മെന്റ്. സ്ട്രൈറ്റ് വേ അല്ലാതെ ആ പേയ്മെന്റ് കിട്ടും. ബേസിക് പേ ഉണ്ട് 13.50 പെർ ഹവർ. അതെന്തായാലും കൊടുക്കണം. പിന്നെ റിസ്ക് ഉള്ള ജോബിന് അതിന്റെ കൂടുതലും കൂടുതലേ ഉള്ളൂ. പിന്നെ ഷെഫുമാർക്ക് കൂടുതലും വിസ ജേർണൽ സ്കില്ലിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു വളഞ്ഞൊരു വഴിയാണ്. ഇപ്പൊ കുറെ ആൾക്കാര് ഷെഫുമാരായിട്ട്, കൂടുതലും പാകിസ്ഥാനികളാണ് അതിനുള്ളത്, ഷെഫുമാരായിട്ട് ഒരു 5 കൊല്ലം ആ വിസ കിട്ടി, ഇവിടെ PR കിട്ടിയിട്ട് ആ ഷെഫ് എന്ന ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ടാക്സി വിടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. ടാക്സി വിടുക എന്ന് പറഞ്ഞാൽ ഇവിടെ
ഒരു IT പ്രൊഫഷണലിനെക്കാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. കാരണം ടാക്സി ഓടണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളൊരാളെ കീഴിൽ വർക്ക് ചെയ്യണ്ട, നമ്മളെ ടാക്സി എടുക്കുക, നമുക്ക് ഇപ്പോഴാ മൂടുള്ളപ്പോൾ ഓടുക, അല്ലാത്തപ്പോൾ വീട്ടിൽ നിൽക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ നാട്ടിൽ പോകാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഫാർ ബെറ്റർ എത്രയോ കഴിയണം. അത് നിൽക്കാതെ ടാക്സി ഇങ്ങനെ ഓടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എത്രയോ പേയ്മെന്റ് ചെയ്യാം. നമ്മളിപ്പോൾ അതേമാതിരി നമ്മുടെ ഫ്രണ്ട് ഇവിടെ വേറെ കോർക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഫ്രണ്ട് ഇവിടെ എയർപോർട്ട് ഉണ്ട്. അപ്പോൾ അവന് ലഗേജും കാര്യങ്ങളൊക്കെ ആക്കാൻ ഇപ്പോൾ അതൊരു അഫ്ഗാനിസ്ഥാനിയാണ് അന്ന് ടാക്സി ഡ്രൈവർ. അപ്പോൾ അവന് പറഞ്ഞ കാര്യമാണ് അതൊക്കെ, നമ്മൾ പറയണല്ല. കുറെ ഇന്ത്യൻസ് ഉണ്ട് ഇവിടെ 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 ഉള്ള കുട്ടികളെ കെട്ടിക്കാണ്ട് ഇവിടെ ഓരോ ആൾക്കാർ. പിന്നെ കുറെ പാകിസ്ഥാനികളുണ്ട് നാട്ടില്. പാകിസ്ഥാനികളെ കുറെ കട ഇട്ടവരുണ്ട്. സിറ്റിയിൽ എത്ര കടകളുണ്ട് പാകിസ്ഥാനികളെ. കുറെ മെയിനായിട്ട് ഈ പലാത്തില് അങ്ങനത്തെ കുറെ തട്ടുകളാണ്. പിന്നെ PR കിട്ടാൻ ഇവിടുത്തെ ഒരാളെ കെട്ടാം. അങ്ങനെ കെട്ടിയിട്ട് നിൽക്കണ ഇന്ത്യൻസ് മലയാളീസ് ഒന്നും നമുക്കറിയില്ല. പാകിസ്ഥാനികൾ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളീസിനെ ഇവിടെ കെട്ടി അങ്ങനെ സെറ്റിൽ ആയിരുന്നു. പിന്നെ നഴ്സുമാരായിട്ട് വന്നിട്ട് ഡിഫൻസിൽ കയറുന്നു മലയാളീസിന്. ഇവിടെ വന്നതിന് ശേഷം കെട്ടിയൊരു ഡിഫൻസിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. റെസ്ട്രിക്ഷൻസും ഇല്ല. ഒരു കുറവും നോക്കണ്ടേ. ഞങ്ങള് ഷോപ്പിൽ വർക്ക് ചെയ്യണം. അപ്പൊ അവിടെ ഒക്കെ ആൾക്കാരുണ്ട് ഇതേമാതിരി വർക്ക് ചെയ്യണം. നല്ലൊരു സ്കീമാണ്, അടിപൊളി സ്കീമാണ്. വൈഫിനും അത്യാവശ്യം എമൗണ്ട് ഉണ്ടാക്കാം, പിന്നെ ഹസ്ബൻഡിനും ഉണ്ടാക്കാം. പിന്നെ ഹസ്ബൻഡിന് 20 മണിക്കൂർ 30 മണിക്കൂർ അങ്ങനത്തെ ഒന്നുമില്ല. സാധാ ലോക്കല് പണി എടുത്താലും മാസം ഇത്ര എമൗണ്ടിന് കൂടുതൽ എന്തായാലും ഉണ്ടാക്കാം, എന്ത് പണിയാണെന്നുണ്ടെങ്കിൽ. സ്കില്ലില്ലാത്ത പണിയുണ്ട്, സെക്യൂരിറ്റിക്ക് പോയി വലിയ സ്കില്ലുള്ള പണിയൊന്നുമില്ലല്ലോ, വെറുതെ അങ്ങനെ നിൽക്കുന്ന പരിപാടി. അതിലൊക്കെ അത്യാവശ്യം എമൗണ്ട്, ബേസിക് പേലർ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്ന സെക്യൂരിറ്റി ഒക്കെ ഏജൻസിമാരൊക്കെ ഉണ്ട്. പൊതുവെ കണ്ട് വരാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനോട് നമ്മള് വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്കിപ്പോ ചോദിക്കണ നമ്മുടെ ഫ്രണ്ട്സ്, കസിൻസ്, അതേമാതിരി നമ്മളെ റിലേറ്റീവ്സ്, അതേപോലെ ജൂനിയേഴ്സ് ഒക്കെ ചോദിക്കണ കുറച്ച് കാര്യങ്ങളാണ് നമ്മള് പറഞ്ഞത്. നമ്മളെ അനുഭവം പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു. ഇത് എല്ലാവർക്കും ഒരേപോലെ ആയിക്കോളണമെന്നില്ല. വന്നിട്ട് പെട്ടെന്ന് ജോബ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുടുംബക്കാർ, ഫാമിലീസ് ഒക്കെ ഇവിടെ അസിസ്റ്റ് ചെയ്യാൻ ഇവിടെ ഹെൽപ്പ്, ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ബെറ്റർ ആണ്. വേക്കൻസി ജോബിനൊക്കെ മെയിൻ ആയിട്ട് റെഫറൻസ് ആണ് നമ്മളിവിടെ. വരാൻ നമുക്ക് വരാം, പൈസ അതാണ് വരുന്നവരോട് പറയാനുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ബാക്കി പോയോ പോയോ